വിദേശത്തുള്ള മാതാവ് വളർത്താനേൽപ്പിച്ച 7 വയസ്സുകാരനെ അംഗൻവാടി ടീച്ചർ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കോടഞ്ചേരി നിരന്നപാറ കമ്മട്ടേരിക്കുന്നേൽ മിനിയുടെ മകൻ കൗശിക്കിനാണ് ക്രൂരമായ മർദ്ദനമേറ്റത്. കോടഞ്ചേരി പാറമല അംഗൻവാടി ടീച്ചറായ ഉല്ലാസ് നഗർ കൊല്ലംപറമ്പിൽ ബിജിക്കെതിരെ കോടഞ്ചേരി പോലീസ് കേസെടുത്തു. കോടഞ്ചേരി പാറമല അംഗൻവാടി ടീച്ചറായ കോടഞ്ചേരി ഉല്ലാസ് നഗർ കൊല്ലംപറമ്പിൽ ബിജി 7 വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് പരാതി. കോടഞ്ചേരി നിരന്നപാറ കമ്മട്ടേരിക്കുന്നേൽ മിനി മകൻ കൗശിക്കിനെ സംരക്ഷിക്കാൻ ബിജിയെ ഏൽപ്പിച്ച് വിദേശത്തേക്ക് പോയപ്പോഴാണ് സംഭവം. കഴിഞ്ഞ ജൂൺ 1-നാണ് മിനി വിദേശത്തേക്ക് പോയത്. വിദേശത്ത് നിന്ന് വിളിച്ചപ്പോൾ മകന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മിനി ജൂൺ 27-ന് നാട്ടിൽ വന്ന് മകനുമായി സംസാരിച്ചു. ബിജിയുടെ മകൻ മർദ്ദിക്കുന്നുവെന്ന് മാത്രമാണ് അന്ന് മകൻ പറഞ്ഞതെന്ന് മിനി പറയുന്നു. ജൂലൈ 10-ന് വീണ്ടും ദുബായിലേക്ക് പോയി. അവിടെ നിന്ന് വീഡിയോ കോൾ വിളിക്കുമ്പോഴൊന്നും ബിജി ഫോൺ എടുക്കില്ലെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും മകന്റെ ഫോട്ടോയോ വീഡിയോയോ അയച്ചു കൊടുത്തില്ലെന്നും ഇവർ പറഞ്ഞു. ഇതേ തുടർന്നുള്ള മാനസിക സമ്മർദ്ദത്തിൽ കഴിഞ്ഞ 8-ാം തീയതി വീണ്ടും നാട്ടിലെത്തിയപ്പോഴാണ് ക്രൂരമായ പീഡന വിവരങ്ങൾ അറിയുന്നത്. എൻ്റെ മോനെ 7 വയസ്സുള്ള മോനെ കോടഞ്ചേരി തന്നെയുള്ള അംഗനവാടി ടീച്ചർ ബിജി കൊല്ലംപറമ്പിൽ എന്ന് പറഞ്ഞ അംഗനവാടി ടീച്ചറിനെ 15,000 രൂപ കൊടുത്ത് നോക്കാനേൽപ്പിച്ച് ജൂൺ 1-ന് 27-ാം തീയതി ഞാൻ വീണ്ടും മോൻ്റെ മാനസികാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും നാട്ടിൽ വന്നു. അപ്പം മോൻ അവരുടെ മകൻ്റെ കുറ്റങ്ങളല്ലാതെ മകൻ അടിക്കുന്നു. മോൻ്റെ പ്രായമുള്ള 7 വയസ്സുള്ള കൊച്ച് അവിടെയുണ്ട്. ആ കൊച്ചടിക്കുന്നു, ഉപദ്രവിക്കുന്നു, തലയ്ക്കൊക്കെ അടിക്കുന്നു, അതൊക്കെയാണ് പറഞ്ഞുള്ളൂ. വേറൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ വീണ്ടും കുറേ സാധനങ്ങളും എല്ലാം വാങ്ങിക്കൊടുത്തിട്ട് ഞാൻ ജൂലൈ 10-ന് ഞാൻ തിരിച്ച് ഗൾഫിലെത്തിയതിന് ശേഷം അവരുടെ മെസ്സേജോ ഈ ബിജി എന്ന് പറയുന്ന എൻ്റെ മോനെ നോക്കുന്ന പുള്ളിക്കാരിയുടെ മെസ്സേജൊന്നും ശരിക്കും വരാറില്ല. എനിക്കാകെ വിഷമമായി. വീഡിയോ കോളിൽ ബോട്ടിമിൽ വിളിക്കുമ്പോഴൊന്നും മോനെ കാണിച്ച് തരാറില്ല. മെസ്സേജ് മോൻ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ക്ലാസ് ടീച്ചറിന് ഞാൻ മെസ്സേജ് ഇട്ടു, എൻ്റെ മോൻ ഓക്കെ അല്ലേ, അവർ ഫോട്ടോ ഒന്നും അയച്ചു തരുന്നില്ല എന്ന് പറഞ്ഞു. ആഗസ്റ്റിൽ ഞാൻ പേയ്മെൻറ്റ് അടച്ചു. 15,000 രൂപ ഞാൻ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തതാണ്. അതിനുശേഷം അവർ വിളിക്കാതിരുന്നപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു. എൻ്റെ മോളും ചേച്ചിയൊക്കെ പോയി സ്കൂളിൽ പോയി കണ്ടു. അപ്പോഴും മോള് പറയുന്നുണ്ട്, എൻ്റെ 14 വയസ്സുള്ള മോള് പറയുന്നുണ്ട്, അമ്മ അവനവിടെ ഓക്കെ അല്ല, അവനെന്തോ വിഷമമുണ്ട്. അപ്പോഴും ഞാൻ വിചാരിച്ചു, അവരൊരു അമ്മയല്ലേ, മോനെ നോക്കും, നമ്മൾ കാശ് കൊടുക്കുന്നതല്ലേ, അവർ നന്നായിട്ട് നോക്കുന്നു. ഇവർ എപ്പോഴും മെസ്സേജ് അയക്കും, ഞങ്ങളെ ആരും കാണാൻ വേണ്ട, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരും കാണാൻ വേണ്ട, ഞാൻ നന്നായിട്ടാണ് നോക്കുന്നത്, പൊന്നുപോലെ അവനെ നോക്കുന്നത്. ഞാൻ ആ വാക്ക് വിശ്വസിച്ച് ആഗസ്റ്റ് മൊത്തം ഞാൻ സഹിച്ചിരുന്നു. മോൻ്റെ ശബ്ദം കേൾക്കാണ്ട് ഞാൻ സെപ്റ്റംബർ 8-ന് സഹിക്കാൻ പറ്റാതെ ഞാൻ ടിക്കറ്റ് എടുത്ത് എൻ്റെ സ്വന്തം ചിലവിൽ ഞാൻ നാട്ടിലെത്തുമ്പോഴാണ് ഞാൻ കാണുന്നത് മോൻ്റെ തലയിൽ ബാൻഡേജൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നു. തലയിൽ 3 സ്റ്റിച്ചുണ്ട്. മോനോട് ചോദിച്ചപ്പോൾ ആദ്യം മോൻ നുണ പറഞ്ഞു. ആദ്യം മോൻ പറഞ്ഞത്, അമ്മ ഇത് കസേരയിൽ നിന്ന് വീണാൽ പഠിക്കാൻ ബുക്ക് എടുത്തു. വീട്ടിലെത്തി ഞാൻ ചോദിച്ചപ്പോൾ മോൻ പറഞ്ഞു അവിടുത്തെ കൊച്ച് തള്ളിവിട്ടതാണ്. അതിനുശേഷം മോൻ്റെ 2 കവിളിലും അവരുടെ വലിയ കൈകളാണ് പതിഞ്ഞിരിക്കുന്നത്. കവിളിൽ അടിച്ച പാട്, കൈയുടെ ഇതെല്ലാം അടിച്ച മാർക്കാണ്, കൈ മൊത്തം അടിച്ച പാട്, കാലിലെല്ലാം അടിച്ച പാട്, ചോര പൊടിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവിടുത്തെ മമ്മി ഈ ബിജി ടീച്ചർ എന്ന് പറയുന്ന അംഗനവാടി ടീച്ചർ അടിച്ചതാണ്. വളരെ ക്രൂരമായിട്ടാണ് അടിച്ചിരിക്കുന്നത്. എൻ്റെ അടുത്ത് നല്ല രീതിയിൽ പൊന്നുപോലെ നോക്കുന്നു എന്ന് പറയുന്നു. വാഷ് ബേസിലേക്ക് മോനെ തള്ളിയിട്ട് വാഷ് ബേസിൽ തല പിടിച്ചിടിച്ച് ചോറുന്ന പാത്രം വെച്ച് തലയ്ക്കടിക്കുക, ഭിത്തിയിലേക്ക് തലയിടിക്കുക. ഇതുപോലെ ക്രൂരമായ പീഡനമാണ് എൻ്റെ മോൻ ഈ 3 മാസം അവിടെ അനുഭവിച്ചത്. എനിക്ക് നീതി കിട്ടണം, എൻ്റെ മോന് നീതി കിട്ടണം. ഒരു 7 വയസ്സുള്ള ഒന്നും അറിയാത്തൊരു പിഞ്ച് ബാലനെയാണ് അവർ അതിക്രൂരമായി ദ്രോഹിച്ചിരിക്കുന്നത്. തലക്ക് ഉൾപ്പെടെ ദേഹമാസകലം പരിക്കേറ്റ നിലയിലാണ് ഇവർ മകനെ കാണുന്നത്. സംഭവത്തിൽ ജുവൈനൽ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കോടഞ്ചേരി പോലീസ് കേസെടുത്തു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ടൈം വിഷൻ ന്യൂസ്, കോടഞ്ചേരി. ഇതൊന്നും മാച്ച് അല്ല, ഇത് കഴിഞ്ഞ ഫംഗ്ഷൻ ഇട്ടതാ. നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ
നമ്മുടെ ദിയ ഗോൾഡിലുണ്ട്. Dia Gold and Diamonds. My jewelry, my identity.